നമുക്കിന്ന് അധികം മസാലയൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ചെമ്മീൻ റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പുപൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചൂടായ പാനിലോട്ട്, പാന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുക്കറാണ്. ഞാൻ ഒറ്റ പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അത് കുക്കറാണ്. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഈസി ആയ രീതിയിലാണ് ഇത് കാണിക്കുന്നതും. ചൂടായ കുക്കറിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മസാല മാത്രമാണ് നമ്മൾ ഈ റൈസിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ എക്സ്ട്രാ ആഡഡ് മസാല ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ മെയിൻ മസാല. ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിലോട്ട് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൊമാറ്റോസ് ഒക്കെ മെൽറ്റായി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മല്ലിയിലയും പുതിന ഇലയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. അതുകൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിലോട്ടാണ് റൈസും വെക്കാൻ പോകുന്നത്. സോ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ബബിൾസ് ആയിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിൽ റൈസ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാ റൈസ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചൂടായ വെള്ളത്തിലോട്ട് നമുക്ക് റൈസ് ഇടാം. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒറ്റ പാൻ ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇത് പിന്നെയും ബബിൾസ് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റൗവിന്റെ തീ ഒന്ന് കുറക്കണം. അപ്പോൾ തീ കുറച്ചതിന് ശേഷം നമുക്ക് വിസിൽ വെക്കാതെ നമുക്ക് ഒരു 15 മിനിറ്റ് മൂടി വെക്കാം. നമ്മുടെ റൈസ് സെറ്റായി. വളരെ ഈസി ആൻഡ് ടേസ്റ്റി റൈസ് ആണ്. മസ്റ്റ് ട്രൈ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.